ഭർത്താവ് ഫോണിലൂടെ തലാഖ് ചൊല്ലിയെന്ന് 21-കാരിയുടെ പരാതി. സ്വന്തം കുഞ്ഞിനെയും ഭർത്താവ് തള്ളിപ്പറഞ്ഞതായും യുവതി പറയുന്നു. മാനസികവും ശാരീരികവുമായുള്ള പീഡനം സഹിക്കാനാവാതെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിനു പിന്നാലെ ഫോൺ ചെയ്ത് തലാഖ് ചൊല്ലിയെന്ന് പറയുകയായിരുന്നു. നടുവട്ടം സ്വദേശിനിയുടെ പരാതിയിൽ എടക്കുളം സ്വദേശി ഷാഹുൽ ഹമീദിനെതിരെ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തു. നടുവട്ടം സ്വദേശിനിയായ 21-കാരിയാണ് ഭർത്താവ് എടക്കുളം സ്വദേശി ഷാഹുൽ ഹമീദിനെതിരെ പോലീസിൽ പരാതി നൽകിയത്. ഭർത്താവ് ക്രൂരമായി പീഡിപ്പിക്കുന്നതായും മൊബൈൽ ഫോണിലൂടെ കോൾ ചെയ്ത് തൊലാഖ് ചൊല്ലിയതായും ചൂണ്ടിക്കാട്ടിയാണ് പരാതി. ശാരീരികവും മാനസികവുമായ ഭർത്താവിന്റെ പീഡനം സഹിക്കാനാകാതെ സ്വന്തം വീട്ടിലേക്ക് പോയ യുവതിയെ ഷാഹുൽ ഹമീദ് ഫോണിൽ വിളിക്കുകയും ഇരുവരുടെയും കുഞ്ഞ് തന്റേതല്ലെന്നും ഉമ്മയുടെ മുന്നിൽ വെച്ച് തൊലാഖ് ചൊല്ലുകയാണെന്നും പറഞ്ഞെന്നാണ് യുവതിയുടെ പരാതി. 3 വർഷം മുൻപ് വിവാഹിതരായ യുവതിയും ഷാഹുൽ ഹമീദും 1 വർഷമായപ്പോഴേക്കും തമ്മിൽ അസ്വാരസ്യങ്ങൾ തുടങ്ങിയിരുന്നു. വിവാഹ സമയം നൽകിയ 15 പവൻ സ്വർണവും 1.5 ലക്ഷം രൂപയും കൈക്കലാക്കിയ ശേഷം സ്വർണം കുറഞ്ഞുപോയെന്ന് പറഞ്ഞ് ഉപദ്രവം പതിവായി. കുഞ്ഞു ജനിച്ചതോടെ അപമാനവും ആരംഭിച്ചു. വിദേശത്തായിരുന്നപ്പോൾ ഫോണിലൂടെ മാനസികമായി പീഡിപ്പിച്ചിരുന്നെന്നും നാട്ടിലെത്തിയ ശേഷം മദ്യപിച്ച് മർദ്ദിക്കാൻ ആരംഭിച്ചതായും യുവതി പറയുന്നു. എന്റെ ഭർത്താവ് വിദേശത്തായിരുന്നു. അവര് പിന്നെ ജനുവരി 29 നാട്ടിലെത്തി 2 ദിവസം വീട്ടില് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരിന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിൽ വന്നതിന് ശേഷം അവര് ഫോൺ ചെയ്ത് പറഞ്ഞത് എനിക്ക് ഞാൻ വേണ്ട, ഞാൻ എന്റെ ഉമ്മാന്റെ മുന്നിൽ വെച്ച് തൊലാക്കില്ലാണ് അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പള്ളി കമ്മിറ്റിക്കാര് 2 പള്ളി കമ്മിറ്റിയും കൂടെ അവര് ഒത്തുതീരുമാനത്തിന് വിളിച്ചിരുത്തിയപ്പോ അവര് പറഞ്ഞ് ഞാൻ അവളെ തൊലാക്കില്ലേക്കാണ്, എനിക്ക് അവളെ വേണ്ടെന്നാണ് അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മിണ്ടാതിരുന്നാൽ എന്താണ് മിണ്ടാത്തത് എന്ന് പറഞ്ഞു ഉപദ്രവിക്കും. കട്ടിലിൽ നിന്ന് തള്ളി താഴെയിടും. ചുവരിൽ ചേർത്ത് കഴുത്ത് ഞെരിക്കുമായിരുന്നെന്നും യുവതി പറയുന്നു. ഉപദ്രവം തുടർന്നതോടെയാണ് സ്വന്തം വീട്ടിലേക്ക് പോയത്. എന്നാൽ തന്നോടാലോചിക്കാതെ വീട് വിട്ടു പോയതിലെ അമർഷം മൂലം ഇനി വേണ്ടെന്ന് പറഞ്ഞതല്ലാതെ ഫോണിലൂടെ തൊലാഖ് ചൊല്ലിയിട്ടില്ലെന്നാണ് ഷാഹുൽ ഹമീദിന്റെ വിശദീകരണം. യുവതിയുടെ പരാതിയിൽ നിയമവിരുദ്ധമായി തൊലാഖ് ചൊല്ലിയതിനും ശാരീരികമായി ഉപദ്രവിച്ചതിനും സ്വർണവും പണവും കബളിപ്പിച്ച് കൈക്കലാക്കിയതിനും ഷാഹുൽ ഹമീദിനെതിരെ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തു. കേരള വിഷൻ, കുറ്റിപ്പുറം.